കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് ആവർത്തിച്ച് ഗതാഗത മന്ത്രി. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട അവ്യക്തതയില്ലെന്നും CP ജോൺ പറഞ്ഞു. ജൂൺ 15 മുതൽ സൗജന്യ യാത്ര നടപ്പിലാക്കും. പദ്ധതി നടത്തിപ്പിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രൈവറ്റ് ബസ് ജീവനക്കാർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. സൗജന്യ യാത്ര നൽകുന്നതിൽ കെഎസ്ആർടിസി ജീവനക്കാർ ആശങ്കപ്പെടേണ്ടതില്ല. തൊഴിലാളി യൂണിയനുകളുമായി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് തർക്കങ്ങളില്ല. കെഎസ്ആർടിസി CMDയുമായി വിഷയത്തിൽ തുടർ ചർച്ചകളുണ്ടാകും. സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരുമായും ഈ വിഷയത്തിൽ ചർച്ച നടക്കും. അതേസമയം കെഎസ്ആർടിസിയിലെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായിരിക്കുമോ സൗജന്യയാത്ര എന്നതിൽ വ്യക്തതയില്ല. കെഎസ്ആർടിസി മുഴുവൻ ബസ്സുകളിലും സൗജന്യയാത്ര അനുവദിച്ചാൽ 112 കോടിയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ഓർഡിനറി ബസ്സിൽ മാത്രം നടപ്പിലാക്കിയാൽ 57 കോടിയുടെ ബാധ്യതയാവും സർക്കാരിന് ഏറ്റെടുക്കേണ്ടി വരിക. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് UDF നൽകിയ ഗ്യാരണ്ടികളിലെ പ്രധാന വാഗ്ദാനമായിരുന്നു അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും കെഎസ്ആർടിസിയിൽ സൗജന്യയാത്ര എന്നത്. അതേസമയം കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സൗജന്യയാത്രാ പദ്ധതി നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ സൗജന്യയാത്ര അനുവദിക്കാനാണ് നിലവിൽ സർക്കാർ ആലോചിക്കുന്നത്. കെഎസ്ആർടിസിയിൽ പ്രതിദിനം 12 ലക്ഷം സ്ത്രീ യാത്രക്കാർ ആശ്രയിക്കുന്നതായാണ് ഏകദേശ കണക്ക്. അതിനിടെ കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിച്ചാൽ പ്രതിമാസം 112 കോടി രൂപ നഷ്ടമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗതാഗത സെക്രട്ടറിക്ക് കൈമാറിയ കണക്കാണ് നഷ്ടം സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര നൽകുമെന്നും ഇതിന്റെ മാനദണ്ഡങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. വരുമാന നഷ്ടം സംബന്ധിച്ച കണക്ക് സർക്കാരിന് സമർപ്പിച്ചതോടെ ഇതിനെ അടിസ്ഥാനമാക്കിയാകും ഏതൊക്കെ ബസ്സുകളിലാണ് സൗജന്യയാത്ര എന്നത് തീരുമാനിക്കുക. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഓർഡിനറി ബസ്സിൽ മാത്രം സൗജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 കോടി നഷ്ടമുണ്ടാകും. സിറ്റി ഫാസ്റ്റ് ഓർഡിനറി ബസ്സുകളിൽ നടപ്പാക്കിയാൽ 65 കോടിയും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ നടപ്പാക്കിയാൽ 90 കോടിയുടെയും നഷ്ടം. മുഴുവൻ ബസ്സുകളിലും സൗജന്യയാത്ര അനുവദിച്ചാൽ പ്രതിമാസം 112 കോടിയാകും. 3 മാസത്തേക്കുള്ള കണക്കാണ് നൽകിയത് എന്നാണ് റിപ്പോർട്ട്. സർക്കാർ ചുമതലയേറ്റതിന് പിന്നാലെ തന്നെ പദ്ധതി നടപ്പാക്കുന്നതിന് മുന്നോടിയായി കെഎസ്ആർടിസിയോട് സർക്കാർ റിപ്പോർട്ട് തേടിയിരുന്നു. ബജറ്റ് ടൂറിസം ചാർട്ടേഡ് AC അന്തർ സംസ്ഥാന സർവീസുകളെ ഒഴിവാക്കി ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലാവും സൗജന്യം നൽകുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗതാഗത മന്ത്രിയുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും. CP ജോണാണ് പുതിയ ഗതാഗത മന്ത്രി. കേരള ജനതയുടെ വിശ്വാസവും പ്രതീക്ഷകളും നിറവേറ്റാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് തനിക്ക് വന്നു ചേർന്നത് എന്ന് CP ജോൺ പറഞ്ഞു. സുരക്ഷിതവും സമയബന്ധിതവും ആധുനികവുമായ പൊതുഗതാഗത സംവിധാനമാണ് ഒരു വികസിത കേരളത്തിന്റെ അടിത്തറ. ആ ലക്ഷ്യം കൈവരിക്കാൻ സാങ്കേതിക വിദ്യയും കാര്യക്ഷമമായ ഭരണ സംവിധാനവും ജനകീയ ഇടപെടലും ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കും. സാധാരണ ജനങ്ങളുടെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുക, കെഎസ്ആർടിസിയെ കൂടുതൽ ശക്തവും ജനസൗഹൃദവുമുള്ള സ്ഥാപനമാക്കുക എന്നിവയാണ് എന്റെ പ്രധാന പ്രതിബദ്ധതകൾ. ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ച UDF നേതൃത്വത്തിനും പ്രവർത്തകർക്കും കേരളത്തിലെ ഓരോ പൗരനും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നുവെന്നും നിങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പൂർണ്ണ സമർപ്പണത്തോടെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നുവെന്നും CP ജോൺ പറഞ്ഞു. കൂടാതെ ഈ ടിക്കറ്റ് ഇതര വരുമാനം നേടുന്നതിൽ വിജയിച്ച തങ്ങളുടെ കൂറിയർ സർവീസിൽ കൂടുതൽ സാധ്യതകൾ തേടി കെഎസ്ആർടിസി വിലാസക്കാർക്ക് സ്ഥലത്തെത്തി കൂറിയർ നൽകുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ആലോചിച്ചിരുന്നുവെങ്കിലും യാഥാർത്ഥ്യമായിരുന്നില്ല. അധിക വരുമാനം അടിയന്തരമായി കണ്ടെത്തേണ്ട പുതിയ സാഹചര്യത്തിൽ അതിന്റെ വഴികൾ പരിശോധിക്കുകയാണ് സ്ഥാപനം. കേരളത്തിലെ 43 ഡിപ്പോകളിലും കോയമ്പത്തൂരിലും നാഗർകോവിലും ആരംഭിച്ച കൂറിയർ ചുരുങ്ങിയ കാലം കൊണ്ട് നല്ല വിജയമായിരുന്നു. 2 വർഷം കൊണ്ട് 12 കോടി രൂപയിൽ അധിക വരുമാനവും നേടി. കെഎസ്ആർടിസിയിലെ തന്നെ താൽക്കാലിക ജീവനക്കാരായിരുന്നു ഇതിനായി പ്രവർത്തിച്ചത്. എന്നാൽ ഇടയ്ക്കൊരു സ്വകാര്യ സ്ഥാപനത്തിന് കൂറിയറിന്റെ നടത്തിപ്പ് കൈമാറി. 2025 ഓഗസ്റ്റ് വരെ കൂറിയറിൽ നിന്നുള്ള വരുമാനം 12 കോടിയാണ്. 2023-24 2.5 കോടിയായിരുന്ന വരുമാനം 2024-25 6.5 കോടിയായി ഉയർന്നു. 2025 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള 5 മാസങ്ങളിൽ 3 കോടിക്കടുത്താണ് ലഭിച്ചത്. വിജയസാധ്യത തിരിച്ചറിഞ്ഞ് കെഎസ്ആർടിസി ഇത് ഏറ്റെടുത്താൽ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാനാകുമെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. സ്റ്റാൻഡുകളിൽ കൂറിയർ സർവീസ് പ്രവർത്തിക്കാനുള്ള സ്ഥലം, കൊണ്ടുപോകാനുള്ള ബസ്സുകൾ, കമ്പ്യൂട്ടർ തുടങ്ങിയവ കെഎസ്ആർടിസിയാണ് നൽകുന്നത്. സുഗമമായ നടത്തിപ്പ്, കൊറിയറുകൾ സ്വീകരിക്കുക, മേൽവിലാസക്കാരന് നൽകുക എന്നിവയാണ് സ്വകാര്യ കമ്പനി ചെയ്യുന്നത്. തെലങ്കാനയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കൊറിയർ പരീക്ഷണത്തിന്റെ വിജയത്തെ പിൻപറ്റിയാണ് കെഎസ്ആർടിസി കൊറിയർ തുടങ്ങിയത്. വേണ്ടത്ര ജീവനക്കാരും സംവിധാനവും ഇല്ലാതെ സ്റ്റാൻഡുകളിലുള്ള സ്ഥലത്തായിരുന്നു തുടക്കം. റിട്ടയർഡ് കെഎസ്ആർടിസി ജീവനക്കാരെയും ജോലി നഷ്ടമായ എംപാനലുകാരെയും ദിവസക്കൂലി വെച്ചാണ് പ്രവർത്തനം. കൗണ്ടറുകളും സൗകര്യങ്ങളും അപര്യാപ്തമാണ്. ഏത് രാത്രിയിലും കൊറിയർ അയക്കാം. സംസ്ഥാനത്തിനകത്താണെങ്കിൽ 16 മണിക്കൂറിനകം കിട്ടുമെന്നിവയാണ് കെഎസ്ആർടിസി കൊറിയറിന്റെ ആകർഷണീയത. പദ്ധതി വിജയിച്ചതോടെ ചില സ്വകാര്യ കൊറിയർ കമ്പനികൾ പോലും ഇതിനെ പ്രവർത്തനത്തിനായി ആശ്രയിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.